ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് സംഭവിച്ചത്. ഇനി അതിന് എന്ത് പരിഹാരം കണ്ടെത്താൻ കഴിയും? അതിനെക്കുറിച്ച് ആലോചിച്ചൂടെ നമുക്ക്? വെറുതെ എന്തിനാ അമ്മുനെ ഇനിയും വിഷമിപ്പിക്കുന്നേ? ഞാൻ വിഷമിപ്പിച്ചില്ലല്ലോ. അങ്ങനെ തോന്നിയോ മോൾക്ക്? നീ ചെയ്യുന്ന ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ അംഗീകരിച്ചും അല്ലാത്തവ എതിർത്തുമല്ലേ ഞാൻ നിന്റെ ഡാഡിയാവുന്നത്, അല്ലേടാ? അങ്കിൾ, അമ്മ ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ അതെല്ലാരോടും പറഞ്ഞ് സമർത്ഥിക്കാൻ കഴിയുന്നില്ല അവൾക്ക്. അതെനിക്കറിയാം. എൻ്റെ മകൾക്ക് അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്യാനാവില്ല. പക്ഷേ എന്നോളം ജീവിതാനുഭവം ഇല്ലല്ലോ അവൾക്ക്. കഴുകൻ കണ്ണുകളുമായി കാത്തിരിക്കുന്ന കുറേ സമൂഹങ്ങളാ ഇവൾക്ക് ചുറ്റും. അതിനിവൾ ഗവനിക്കാതെ നിന്നാൽ ഒരു ചുക്കും സംഭവിക്കില്ല. ആരുണ്ടാക്കിയതാങ്കൾ ഈ കപട സദാചാര നിയമങ്ങൾ? എന്നിട്ട് ഏത് വിശുദ്ധ കുടീരത്തിലാ അവരുപോയി ഒളിച്ചിരിക്കുന്നത്? ഈ ലോകത്ത് ഒരു മനുഷ്യന് ജീവിക്കാൻ പ്രത്യേകിച്ച് ഒരു നിയമത്തിന്റെ സപ്പോർട്ട് വേണ്ട. അങ്ങനെ വിശ്വസിക്കുന്നവളാ ഞാൻ മാത്രമല്ല, ദൈവരും. വേണ്ട, ഇതിൻ്റെ പേരിൽ നമ്മൾ തമ്മിൽ ആർഗ്യുമെന്റ് വേണ്ട. പിന്നീട് ഒരിക്കലും നമുക്ക് സംസാരിക്കാം. തർക്കിക്കുകയും തല്ലുപിടിക്കുകയും ഒക്കെ ചെയ്യാം. ഇപ്പോൾ കുറച്ചു മുമ്പ് ശ്വേത പറഞ്ഞതുപോലെ ഇനി എന്ത് സൊല്യൂഷൻ ഉണ്ട് നമുക്ക്? അതേക്കുറിച്ച് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതും. നോക്കട്ടെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന്. എക്സ്ക്യൂസ് മീ, എഴുന്നേൽക്കണ്ട, കിടന്നോളൂ. സാർ ഇരിക്കൂ. അരുൺ പുറത്തു പോയിരിക്കുക, ഇപ്പൊ വരും. വരട്ടെ. അരുണിനോട് സംസാരിക്കുന്നതിന് മുമ്പ് എനിക്ക് മോളോട് മാത്രമായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട്. മറ്റൊന്നുമല്ല, എൻ്റെ മോളുടെ കാര്യത്തിനാ. അറിയാം, അവളുടെ കാര്യം കേൾക്കുമ്പോൾ തന്നെ ദേഷ്യമാണെന്ന് എനിക്കറിയാം. ഞാനിപ്പോൾ വന്നത് അവൾ ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കാൻ വേണ്ടിയാ. പ്ലീസ്, എനിക്ക് അതേക്കുറിച്ചൊന്നും കേൾക്കണമെന്നില്ല. നോക്കൂ, ഞാൻ എൻ്റെ മോളെ ന്യായീകരിക്കാനല്ല വന്നത്. അവൾ ചെയ്ത തെറ്റിൻ്റെ ആഴം എന്താണെന്ന് ഇന്നലെ ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തു. അവൾക്കത് ബോധ്യപ്പെട്ടെന്ന എൻ്റെ വിശ്വാസം. തെറ്റ് ചെയ്യൽ, തിരുത്തൽ, വീണ്ടും തെറ്റ് ചെയ്യൽ. എത്ര കാലമായി സർ? അമ്മുവിനെന്നും എക്സ്ക്യൂസസ് ഉണ്ട്. അത് അമ്മുവിന് വേണ്ടി ഒരു മുൻകൂർ ജാമ്യം പോലെ അവതരിപ്പിക്കാൻ എന്നും അവൾക്ക് അവളുടെ ഡാഡിയുണ്ട്. എന്നാ അവളുടെ പ്രവൃത്തികൾ കൊണ്ട് ജീവിതം ഹോമിക്കേണ്ടി വരുന്ന ഒരുപിടി മനുഷ്യ ജീവിതങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ള അവളുടെ ഡാഡിക്ക് എന്താ പറയാനുള്ളത് ഇതേക്കുറിച്ച്? എനിക്കറിയാം, നിങ്ങളൊക്കെ ഒരുപാട് സഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. എന്നിട്ടും ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി എന്നത്തെയും പോലെ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വന്ന് യാചിക്കുന്നു. അവളോട് ഇത്തവണയും കൂടി ഒന്ന് പുറത്തൂടെ? ഒരുപാട് വേദന തിന്നുന്ന ഒരു കുട്ടിയാണവൾ. അവൾക്ക് ഈ ലോകത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. അല്ല സർ, തെറ്റിപ്പോയി. അവൾക്ക് ഈ ലോകത്തിൽ സ്വന്തമെന്ന് പറയാൻ ഒരാളേ ഉള്ളൂ. അത് അവള് തന്നെ അവകാശപ്പെടുന്നതാ. അതാരാണെന്ന് അറിയണ്ടേ? എന്റെ ഭർത്താവ്, എന്റെ കഴുത്തിൽ താലി കിട്ടിയ ആള്. അമ്മൂന് ആശ്രയവും ആശ്വാസവും അദ്ദേഹമാണത്രേ. അവൾക്ക് അദ്ദേഹം ഇല്ലാതെ ജീവിക്കാനാവില്ലെന്ന്. പിന്നെ ഞാൻ ജീവിച്ചിരിക്കുമ്പോ തന്നെ എന്റെ ഭർത്താവിന്റെ മനസ്സിലേക്ക് താലപ്പൊലിയും മംഗളവാദ്യങ്ങളും ഇല്ലാതെ വലത് കാല് വെച്ച് കയറി അവള് അമ്മു. ആ സത്യം അല്പം വൈകിയാണെങ്കിലും ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി സാറ് പറയണം,
എവിടെ നിൽക്കണോ ഈ ഞാൻ? എന്റെ ഭർത്താവിന്റെ മനസ്സിൽ എനിക്ക് നിൽക്കാൻ ഒരിടം അനുവദിച്ചു തരാൻ കനിവുണ്ടാവോ സാറിന്റെ മകൾക്ക്? ഉണ്ടെങ്കിൽ പറയണേ സാർ. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി അങ്ങോട്ട് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്തുറപ്പ്? എവിടെ നിന്ന് എടുത്തു തരും സാർ ഈ ഉറപ്പ്? വെറുതെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗിക്ക് ഭിക്ഷ പോലെ കൊടുക്കുന്ന ഒരു ആശ്വാസ വാക്ക് അല്ലേ? പ്ലീസ്, അതിന്റെ ഭാരം കൂടി താങ്ങാൻ എനിക്കിനി ആവില്ല. സാർ തിരിച്ചെടുത്തോളൂ ആ ഉറപ്പ്. ഇനി എനിക്ക് ഏത് നഷ്ടവും താങ്ങാനാവും. എന്റെ കുഞ്ഞ്, എന്റെ വയറ്റിൽ കുരുത്ത ആ പൊന്നോമനെ എന്റെ പ്രാണനിലേക്കുള്ള ഞരമ്പുകൾ മുറിച്ചു മാറ്റിക്കൊണ്ട് ഇന്നലെ പിഴുതെടുത്തു. എന്നിട്ടും എന്നെ ആശ്വസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നല്ലേ? പ്ലീസ്. ഇനിയെല്ലാം വിധിഹിതം പോലെ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനെങ്കിലും എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിടാമോ? അങ്ങനൊരു ഉപകാരമെങ്കിലും പ്ലീസ്. സർ, അരുൺ, ഇനി നിങ്ങളുടെ കൂടാണ്. കൈകെട്ടി നിന്ന് തരുന്നു ഞാൻ. ശകാരിച്ചോളൂ, അല്ലെങ്കിൽ ശപിച്ചോളൂ. മറുത്തൊന്നും പറയാനുള്ള അർഹത എനിക്കില്ല. എല്ലാം കേൾക്കേണ്ടവൻ തന്നെയാണ് ഞാൻ. എന്താ, ഒന്നും പറയാനില്ലേ? ജീവിതത്തിൽ ആദ്യമായാണ് അഡ്വക്കേറ്റ് രാധാകൃഷ്ണ മേനോൻ ഇങ്ങനെ രണ്ടുപേരുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്നത്. ഇനി തലയിൽ ചവിട്ടിക്കോളും നിങ്ങൾ. മടിക്കണ്ട. എന്റെ മോള് ചെയ്ത കൊടും പാപത്തിന് ഒരു ചെറിയ പരിഹാരമെങ്കിലും ആവും. വേണ്ട സർ, ഒന്നും വേണ്ട. സംഭവിച്ചതൊന്നും ആരുടെയും കുറ്റം കൊണ്ടല്ല. ഒരുപക്ഷെ എന്റെ തന്നെ വിധിയാകാം, അല്ലെങ്കിൽ നിയോഗം. ഇനി അങ്ങോട്ട് എന്താണ് എന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്? ലാഭങ്ങളോ അതോ നഷ്ടങ്ങളോ? ഇപ്പൊ എനിക്ക് അത്തരം കണക്കുകൂട്ടലുകളൊന്നുമില്ല. ചിലരെന്നെ ഏറെ സ്നേഹിക്കുന്നുണ്ടാവും. അതിനും അപ്പുറം ചിലരെന്നെ വെറുക്കുന്നു. ഒരിക്കൽ സ്നേഹിച്ചിരുന്നവർ എപ്പോ വേണമെങ്കിലും എന്നെ വിട്ടുപോകാം, ഒരു യാത്ര പോലും പറയാതെ. അത്രയേ ഉള്ളൂ അവരുടെ ജീവിതത്തിൽ എനിക്കുള്ള സ്ഥാനം എന്നറിയുമ്പോ എനിക്ക് എന്റെ ജീവിതത്തെക്കുറിച്ച് പ്രത്യാശകളൊന്നും ബാക്കിയില്ല. അങ്ങനെയുള്ള ഞാൻ ആരെ കുറ്റപ്പെടുത്തണം? നല്ല തമാശ. നല്ല മനസ്സാ നിങ്ങളുടേത്. രണ്ടുപേർക്കും മേൽ എന്നും എൻ്റെ പ്രാർത്ഥനകളുണ്ടാവും. നല്ലതേ വരൂ നിങ്ങൾക്ക്. ഒരിക്കൽ കൂടി മാപ്പ്. ഇനി ഇതുപോലെ മുമ്പിൽ വന്ന് നിൽക്കാതിരിക്കാൻ ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ. വരട്ടെ.
ഡാഡി ഒരു സംഭവം തന്നെ. ഹീസ് ഗ്രേറ്റ്, റിയലി ഗ്രേറ്റ്. എത്ര ഈസിയായ മേനോനങ്ങൾ അവരെ ഡീൽ ചെയ്തത്. വെറും 10 മിനിറ്റിനുള്ളിൽ എല്ലാ പ്രോബ്ലം സോൾവ് ചെയ്തില്ലേ. രമ്യയ്ക്കും ഗ്യാങ്ങിനും എതിർത്തൊന്നും പറയാൻ കൂടി കഴിഞ്ഞില്ല. എങ്ങനെ എതിർക്കും? മേനോൻ അങ്കിളിന്റെ മുഖത്ത് നോക്കി നോ എന്ന് പറയാനുള്ള ധൈര്യം അവർക്ക് ഉണ്ടായിട്ട് വേണ്ടേ? ഈ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നും അല്ലെന്ന് എനിക്ക് ഇന്ന് ബോധ്യായി. ഞാനിപ്പോ മേനോനങ്ങളുടെ ഫാനാടി. ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് ഞാൻ ഇപ്പൊ പഠിച്ചു. ഇനി പ്രാക്ടിക്കലായിട്ട് അതൊന്ന് അപ്ലൈ ചെയ്യാനുള്ള അവസരം കൂടി കിട്ടിയാൽ മതി. അയ്യോ ചതിക്കല്ലേടി ഷംനെ, നീ എങ്ങാനും ഇടപെട്ട പിന്നെ ഒരു പ്രോബ്ലം 9 പ്രോബ്ലമായി മാറും. പൊടി, നിനക്കൊന്നും അല്ലല്ലോ എന്നെ ഒരു വിലയില്ല. എങ്ങനെ ഉണ്ടാവും? അതല്ലേ അനുഭവം. എന്തായാലും രമ്യയും ഗ്യാങ്ങും ഇനി ഒന്ന് അടങ്ങിയിരുന്നുള്ളൂ. അതെ, ഓരോ തട്ടിപ്പും കൊണ്ട് ഇനി നമ്മുടെ പിറകെ വരാൻ അവരെന്തായാലും മടിക്കും. അങ്ങനെ അങ്ങ് ഉറപ്പിക്കണ്ട. രമ്യയും മരിയൊക്കെ അല്ലേ കക്ഷികള്. ഡാഡി ഇടപെട്ടതുകൊണ്ട് തൽക്കാലത്തേക്ക് അവരൊന്ന് പത്തി താഴ്ത്തിയെന്നേ ഉള്ളൂ. കുറച്ചൊന്ന് കഴിഞ്ഞോട്ടെ, അവര് വരും. പുതിയ തന്ത്രങ്ങളുമായി അവര് നമ്മുടെ പുറകെ ഇനിയും വരും. അവര് വരുവോ വരാതിരിക്കുകയോ ചെയ്യട്ടെ, നീ പോയില്ലല്ലോ, അത് മതി ഞങ്ങൾക്ക്. നീ ഇവിടുന്ന് TC വാങ്ങി പോരുന്നെങ്കിലേ ഹോ, ഓർക്കാൻ കൂടി വയ്യ. സത്യമായിട്ട് ഞങ്ങൾ ശ്വാസം മുട്ടി മരിച്ചേനെ. ഹിടി പോത്തെ, നീ ഇനി മേലിൽ TC എന്നൊരു വാക്ക് മിണ്ടിയേക്കരുത്. എന്ത് പ്രശ്നമുണ്ടേലും ഞങ്ങളെ വിട്ട് പോവല്ലേടി. എപ്പോഴും നമ്മൾ ഒരുമിച്ചുണ്ടാവണം. ഒരേ കോളേജ്, ഒരേ ക്ലാസ്, ഒരേ സബ്ജക്ട്. അങ്ങനെ മതി നമുക്ക്, കേട്ടോ? അങ്ങനെ തന്നെ. എന്ന് സ്വന്തം കൂട്ടുകാരി. ഈ കോംപ്രമൈസ് വേണ്ടായിരുന്നു. അതെ, ആ അമ്മു അവൾ ഈ കോളേജിൽ ഉള്ളിടത്തോളം കാലം നമ്മുടെ ശത്രു തന്നെയാ. അത്രത്തോളം കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അവളെല്ലാരും. ശരിയാ, ആ അഡ്വക്കേറ്റ് മേനോൻ സ്വന്തം മോൾക്കൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാ അയാൾ നമ്മുടെ മുമ്പിൽ ഒരു പുണ്യാളന്റെ വേഷം കെട്ടിയത്. നമ്മൾ അതിൽ പെട്ടുപോവുകയും ചെയ്തു. അതുകൊണ്ടെന്താ, ആ അമ്മു നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ആര് പറഞ്ഞു രക്ഷപ്പെട്ടു? ഒരു പുണ്യാളം വിചാരിച്ചാലും അവൾക്ക് രക്ഷയില്ല. അതെ, അവളെ നമ്മൾ ഇനിയാ ശരിക്കും പൂട്ടാൻ പോകുന്നത്. എങ്ങനെ? നമുക്ക് ജയിക്കാനുള്ള വഴി അവൾ തന്നെ നമ്മുടെ മുമ്പിലേക്ക് ഇട്ടുതരും. അരുൺ സാറുമായിട്ടുള്ള അവളുടെ അടുപ്പം അവൾ ഉപേക്ഷിക്കാത്തിടത്തോളം കാലം നമുക്ക് ഈ പ്രതീക്ഷ വച്ച് പുലർത്താം. മനസ്സിലായല്ലോ? നിങ്ങൾ നോക്കിക്കോ, അമ്മു, അരുൺ, ഇതാണ് നമ്മുടെ എക്കാലത്തെയും തുറുപ്പ് ചീട്ട്. ഇത് വച്ച് തന്നെ മുന്നോട്ട് പോകണം നമുക്ക്. അമ്മുവിലൂടെ തന്നെ അമ്മുവിന്റെ പതനം അത് കണ്ടിരിക്കും നമ്മൾ. അമ്മു, കണ്ടിട്ട് നീ എന്താ കാണാത്ത പോലെ പോകുന്നേ? സാറിന് വെറുതെ ശല്യാവണ്ടെന്ന് കരുതി. ശല്യോ? നീ എനിക്ക് എങ്ങനെയാ അമ്മു ശല്യാവുന്നേ? നീ എന്നെ അങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത്? സാറിന് മാത്രല്ല, എല്ലാവർക്കും ഞാനൊരു ശല്യം. എപ്പോഴും എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുപ്പിഡ് ഗേൾ. ആ ഇമേജ് ഒന്നും ഇനി മാറ്റാനാവില്ല. പക്ഷെ ആളുകളിൽ നിന്ന് മാറി നടക്കാൻ കഴിയുമല്ലോ. അങ്ങനെയെങ്കിലും മറ്റുള്ളവർക്ക് ഞാനൊരു ശല്യമാവാതിരിക്കട്ടെ. ആളുകൾ നമുക്ക് പല ഇമേജുകളും സമ്മാനിക്കും. അതൊന്നും കണ്ട് നിരാശപ്പെടാനുള്ളതല്ല ജീവിതം. വഴിമാറി നടക്കുകയല്ല, പ്രശ്നങ്ങളെ ധീരമായി നേരിടുകയാണ് വേണ്ടത്. പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാവുമ്പോ പിന്നെന്ത് ചെയ്യാനാ? അമ്മു എന്ത് പ്രശ്നം ഉണ്ടാക്കിയെന്ന? ഇതെല്ലാം വെറും കുട്ടിക്കളികളല്ലേ? പക്ഷേ കുട്ടിക്കളികൾക്ക് പലർക്കും കനത്ത വില കൊടുക്കേണ്ടി വന്നു. സാറിന്റെ ലൈഫ് പോലും ഞാൻ കാരണം. ഓ, അപ്പൊ അതാണ് കാര്യം. നീ എന്നെ ഒളിച്ചു നടക്കാൻ കാരണം അതാണല്ലേ? അതിന്റെ ആവശ്യമില്ല അമ്മു. ഞാൻ നിന്റെ അധ്യാപകനാ, നീ എന്റെ സ്റ്റുഡന്റും. ഒരു അധ്യാപകനും സ്റ്റുഡന്റിനും ഇടയിൽ ഏത് തരത്തിലുള്ള ബന്ധമാണോ ഉണ്ടാവുക, അത് നമുക്കിടയിലും ഉണ്ടായിരിക്കണം. എല്ലാത്തിനും അതിൻ്റെതായ അതിർത്തികളുണ്ടമ്മോ. അത് ലംഘിക്കാത്തടത്തോളം കാലം ഒന്നും ആർക്കും ഒരു പ്രശ്നമാവില്ല. അത് തന്നെയാ സാർ എന്റെയും പേടി. പലതിന്റെ അതിരുകൾ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതിർത്തികൾക്കപ്പുറത്തേക്ക് പറക്കുന്ന
ഒരു പക്ഷിയുടെ മനസ്സ് എനിക്ക്. അതിരുകളില്ലാത്ത ആകാശം അതിന്റെ സ്വപ്നം. പക്ഷെ ആ സ്വപ്നങ്ങളെല്ലാം ഉപേക്ഷിച്ച് കിളി ഇപ്പൊ കൂട്ടിനുള്ളിലായി. കമ്പിയഴികൾക്കിടയിലൂടെ കാണാവുന്ന ഒരു തുണ്ട് മേഘമോ ഇത്തിരി നീല നിറവും മാത്രം ഇനി കിളിക്ക് ആകാശം. യു ആർ വെരി ക്രിയേറ്റീവ് പേഴ്സൺ. അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നത്. പക്ഷെ ലൈഫിൽ ക്രിയേറ്റിവിറ്റി മാത്രം പോരാ, കുറച്ചുകൂടി മെച്ചുവേർഡായി കാര്യങ്ങളെ സമീപിക്കുകയും കൂടി വേണം. നിന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതും അതാണ്. എന്റെ പ്രതീക്ഷ വെറുതെ ആക്കരുത്. അമ്മ പൊയ്ക്കോ. ആ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ? ഇല്ല. നീ എന്താ മറന്നുപോയോ? ഏയ് പറഞ്ഞില്ല. അതെ രമ്യ, ദേ ഇപ്പൊ എന്തായി? എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്നാ ചിലരുടെ വിചാരം. പക്ഷേ പ്രശ്നങ്ങൾ തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. അതിന്റെ ഏറ്റവും നല്ല ലക്ഷണമാ ഈ കരച്ചില്. കരയട്ടെ, ശരിക്കും ഒന്ന് കരയട്ടെ. ഇതിലൊക്കെ വലിയ കരച്ചില് വരാൻ പോകുന്നല്ലേ ഉള്ളൂ. ഈ അമ്മു ഇവിടുന്ന് എന്താ വൈകുന്നേ? നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്ന കാര്യം അവൾക്ക് അറിയില്ലേ? ശ്വേത, നീ ശ്രദ്ധിച്ചോ? അമ്മു ആകെ ഡള്ള. അവളെ എല്ലാരും ഒറ്റപ്പെടുത്തുകയാണോ എന്ന് ഒരു ഫീലിംഗ് അവൾക്കുള്ളതുപോലെ. ശരിയാ, ഞാനും അവളെ ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ നമ്മളോട് എന്തോ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോലെ എനിക്കും തോന്നിയിട്ടുണ്ട്. അല്ല, നിങ്ങളെന്താ ഇവിടെ വന്നിരിക്കുന്നേ? നിങ്ങളുടെ കൂട്ടുകാരി അമ്മു ലൈബ്രറിയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോ. അമ്മു? ആ, ഇവളിപ്പോ ലൈബ്രറിയിലെത്തി. ഇവിടെ വന്നിട്ട് നമ്മളെ കാണാതെ ലൈബ്രറിയിലേക്കാണ് പോയത്. വാ, നമുക്ക് പോയി നോക്കാം. അതാ അവിടെ. അത് ശരി, ഞങ്ങളെ കളിപ്പിച്ചിട്ട് നീ ഇവിടെ വന്നിരുന്ന് ഉറങ്ങുകയാണോ? എടി, ഇങ്ങനെ ഉറങ്ങാനാണെങ്കിൽ മന്മഥൻ സാറിന്റെ ക്ലാസ്സിൽ കയറിയ പോരെ. ആട്ടക്കഥേക്കാളും ഏത് നല്ല ഉറക്കഗുളിയും ഉണ്ടടി. എന്തു പറ്റിയടി? എന്താ നീ ആകെ വല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല, ഒരു തലവേദന. അത്രേ ഉള്ളോ? എഴുന്നേറ്റ് മുഖം കഴുകി ഒരു സ്ട്രോങ് ടീ അടിച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. നീ എഴുന്നേറ്റേ വാ. ഇല്ലടി, ഞാൻ ഇത്തിരി നേരം ഇവിടെ ഇരിക്കട്ടെ. അമ്മോ, അങ്ങനെ പറയല്ലടി. ക്യാൻറ്റീനിലെ ദോശക്കല്ലി കിടന്ന് ഊത്തപ്പം പൊള്ളുന്ന മണം വന്നിട്ട് എനിക്ക് സഹിക്കുന്നില്ല. വാ, നമുക്കൊരു പിടി പിടിക്കാം. വാ. നിങ്ങൾ പോയി കഴിച്ചോ, എനിക്ക് വിശക്കുന്നില്ല. ഇതാ ഇപ്പം നന്നായ. ഒന്ന് ഉഷാറായിക്കേ. ഇനി ഞങ്ങൾ എന്തൊക്കെയാ പ്ലാൻ ചെയ്തിരിക്കുന്നറിയാവോ? ആദ്യം ക്യാൻറ്റീൻ, അത് കഴിഞ്ഞ് സിനിമ, പിന്നെ കോഫി ഷോപ്പ്, പിന്നെ ഒരു ഗംഭീരൻ ഔട്ടിംഗ്. എന്താ? അല്ലെങ്കിൽ ഇന്ന് സിനിമ വേണ്ടടി, നമുക്ക് സർക്കസിന് പോവാം. ഏത് സർക്കസ്? ജെമിനിയോ ജംബോയോ അങ്ങനെ എന്തോ. ഒരാഴ്ചയായി തുടങ്ങിയിട്ട്. ഒട്ടകവും കഴുതപ്പുലിയും ഒക്കെ ഉണ്ടടി. നമ്മുടെ പ്രിൻസിപ്പൽ ഇവിടെ ഉള്ളപ്പോ എന്തിനാടി വേറൊരു കഴുതപ്പുലി? എടി, ഇവക്കിതെന്താ പറ്റിയത്? കൊറേ നേരം ആയാലും ഇരിപ്പ് തുടങ്ങിയിട്ട്. എണീറ്റ് വാമു. ഇങ്ങോട്ട് എഴുന്നേറ്റ്. ഞാൻ എങ്ങോട്ടും ഇല്ലെന്ന് പറഞ്ഞില്ലേ? അതെന്താ? ശല്യം ചെയ്ത് പോകുന്നുണ്ടോ രണ്ടുപേരും? എന്നെ ഇത്തിരി നേരം തനിച്ചു വിട്, ഞാനൊന്ന് ഉച്ചയ്ക്ക് ഇരുന്നോട്ടെ. മടി. അങ്കിൾ, അമ്മു ആകെ ഡൗൺ ആണ്. ഇത്രയും വിഷമിച്ച് അവളെ ഇതിനു മുമ്പ് ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല. ഞങ്ങളോടൊന്നും പഴയ രീതിയിലെന്നല്ല, സംസാരിക്കുന്ന പോലുമില്ല. അങ്കിൾ, എന്തെങ്കിലും ഉടനെ. എനിക്കറിയാം, ഒരു ചെറിയ വിഷമം വന്നാൽ മതി, ആകെ ഒലഞ്ഞു പോകും അവൾ. പിന്നെ അടുത്ത കാലത്തുണ്ടായ ഇൻസിഡന്റ്
അറിഞ്ഞോ അറിയാതെയോ അവൾക്കും അതിൽ പ്രധാന പങ്കുണ്ടല്ലോ. അവളുടെ ഭാഗത്തുനിന്ന് വീഴ്ചകളും ഉണ്ടായി. ഞാനും അത് ചോദിച്ചിരുന്നു അവളോട്. എന്തു പറഞ്ഞു അമ്മു? ആദ്യമായിട്ടാ ഞാൻ അവളെ അല്പമെങ്കിലും വിമർശിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതിനെ. സത്യത്തിൽ അതൊരു ഗുണദോഷിക്കലായിരുന്നു. അവളത് ഏത് സ്പിരിറ്റിൽ എടുത്താവോ. ചിലപ്പോ ഞാനടക്കം ഈ ലോകം മുഴുവൻ അവളെ കുറ്റപ്പെടുത്തുകയാണ് തോന്നിക്കാണും. അറിയാലോ അമ്മുവിന്റെ സ്വഭാവം. എത്ര ഹാപ്പി ആയിരുന്നു അമ്മ. എന്നിട്ടിപ്പോ അതിന് കാരണം എന്തായാലും. കാരണം എന്തു ആവട്ടെ, ഈ അവസ്ഥയിൽ നിന്നും അമ്മുവിനെ മടക്കിക്കൊണ്ട് വന്നേ പറ്റൂ. വൈകിയാൽ അപകടമാവും. ആ, നിങ്ങൾ പോയിക്കോ, ഞാനൊന്ന് ആലോചിക്കട്ടെ. പോ. ശരി അങ്കിൾ.